DPC ജോർജ് ഷോൺ ജോർജ് ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു. മുഖ്യമന്ത്രി മുതൽ വീണ വിജയന് ദുബായിൽ ബാങ്കിലും കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പണം പല വഴിക്കും അതിൽ വരണമുണ്ടെന്ന്. അപ്പൊ പണ്ട് ഒരു കാര്യം താങ്കൾ ഓർമ്മിപ്പിക്കുകയാണ്, താങ്കളെ പിണറായി വിജയൻ വേട്ടയാടിയിട്ടുണ്ട്, അതേപോലെ വീണ വിജയനും താങ്കളും മോഹനോട് വേട്ടയാടിയാണോ? ഞാൻ വേട്ടയാടിയില്ല. ഞാൻ വേട്ടയാടലില്ല. എന്റെ മകനാണ്, അവൻ അങ്ങനെ ആരും വേട്ടയാടുന്ന പ്രശ്നമില്ല. പക്ഷേ കുറെ സത്യം നിലനിൽക്കുന്ന ഈ ജനങ്ങൾ അറിയണം. ഇവിടെ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും ഭർത്താവും എല്ലാം കൂടെ ഒരു യാത്ര പോയി. എവിടെ പോയി? സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല, ഗവർണറെ അറിയിച്ചിട്ടില്ല, മന്ത്രിമാരെ അറിയിച്ചില്ല, ആരെയൊക്കെ ഓടിച്ചു പോക്ക്. 19 ദിവസം കഴിഞ്ഞ് വരണമെന്ന പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. 16ാമത്തെ ദിവസം തിരിച്ചു വന്നു. എന്തിനു പോയി, എവിടെ പോയി, എങ്ങനെ വന്നു? UAE ദുബായ് ഒക്കെ പോയെന്നറിയാം. എന്തിന്? കോടാനുകോടി രൂപയിൽ കറക്റ്റ് മുട്ടിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് മകളെ ഒരു ഏജന്റായിട്ട് നിർത്തിയിരിക്കുകയല്ലേ. മുഖ്യമന്ത്രി എന്ന ഈ രാജ്യത്ത് കൊള്ളയടിച്ച് ഉണ്ടാക്കാവുന്ന പണം മുഴുവൻ ഉണ്ടാക്കുന്നു. ആ പണം മുഴുവൻ ദുബായിലും അതുപോലുള്ള അറബി രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് തന്നെയല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇയാൾക്ക് നമ്മുടെ ശ്രീലങ്കയിൽ ഏതാണ്ട് ബിസിനസ് ഉണ്ട്. മാണിയുടെ മകനും ഉണ്ട് അതിനകത്ത്. നമ്മുടെ ജോസ് കെ മാണി ഷെയർ ആയിട്ട് ബിസിനസ് ഉണ്ടെന്നാണ് കേട്ടത്. അതിന് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഇന്ന് ഷോൺ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് കോടതി വരും, നാളെ കോടതി കേസ് വരുന്നുണ്ട്. നമുക്ക് അറിയാം എന്താ വരുന്നത്, എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ, ഇപ്പൊ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരെയാണ്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ED മുഖ്യമന്ത്രിക്കെതിരെയും വീണ വിജയനെതിരെയും കൂടുതൽ ശക്തമായ അന്വേഷണം നേരിടുമോ? സ്വാഭാവിക SFI ഉണ്ട്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവര് വളരെ വ്യക്തമായി അന്വേഷിച്ചിട്ടുണ്ട്. അത് അവർക്ക് പുറകോട്ട് മാറാൻ കഴിയില്ല. എവിഡൻസ് അവിടെ കിട്ടിക്കഴിഞ്ഞു. 1,72,00,000 രൂപ CMRൽ ഈ വീണ വിജയന്റെ കമ്പനിക്ക് കൊടുത്തതിന്റെ റെക്കോർഡ് കിട്ടി. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത് അവരെ സാങ്ഷൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1,72,00,000 ഇപ്പൊ എന്തിനു കൊടുത്തു പറയണ്ടേ? CMRൽ എന്തിന് വീണ വിജയന് കാശ് കൊടുത്തു? അപ്പൊ എന്താണ് അവിടെ എന്റെ ബിസിനസ് ഉണ്ട്. അപ്പൊ ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് എന്താണ്? എന്താണ് ബിസിനസ്? ഒരു കച്ചവടം ചെയ്യാതെ ഇവ കാശ് എങ്ങനെ കമ്മീഷൻ വരും? ഇന്നിപ്പോ ഷോൺ പറഞ്ഞതനുസരിച്ച് കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ബാങ്കിലൂടെ. എവിടെ നിന്ന് കിട്ടി ഈ പണം? ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി ഉണ്ടാക്കിയ പണമല്ലേ? ഒരു സംശയം വേണ്ട. ഇതൊരു ജുഡീഷ്യൽ എൻക്വയറിയാ വേണ്ടത്. അല്ലാതെ ഇപ്പൊ CBI പറയാണ്ട് BJP ആന്ന് പറയും. NIA ഒന്നും വേണ്ട. ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു 3 കമ്മിറ്റി വെച്ച് ജുഡീഷ്യൽ എൻക്വയറി നടക്കട്ടെ. പിണറായി വിജയൻ ഒരു സംശയമുണ്ട്. പിണറായി വിജയനും ഭാര്യയും മകളും, ഞാൻ നേരത്തെ പറഞ്ഞ മകനും മകളെ കെട്ടിയതും എല്ലാം കൂടെ സെൻട്രൽ ജയിലിൽ പൊക്കോളും. അവിടെ ഒരു അപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരും എല്ലാവർക്കും കൂടെ താമസിക്കാൻ. ഇതാ നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് പിണറായി വിജയന്റെ ഭാവി എന്തായിരിക്കും? പിണറായി വിജയന്റെ ഭാവി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഞാനിപ്പോ പറയുന്നത് എങ്ങനെ, ഇവിടെയൊക്കെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ജയിലിൽ പോവും. പക്ഷെ അയാള് ഞാൻ മനസ്സിലാക്കത്തോളം ഈ 4-ാം തീയതി റിസൾട്ട് കഴിഞ്ഞാൽ അയാൾ ഇവിടുന്ന് മുങ്ങുന്നാ പറയുന്നത്. അയാള് മുങ്ങിയപ്പോ അതിന് മുന്നോടിയായിട്ടാണ് അയാൾ ഒളിച്ചു പോയത്. അതുപോലെ മുങ്ങിയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അയാളെ പിടിക്കാത്ത രീതിയിൽ ഇപ്പൊ സൗദിയുള്ള അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പോലും അയാളെ പിടിച്ചുകൊണ്ടിരാൻ കഴിയില്ല. അവിടെ ഒരു സ്വതന്ത്ര രാഷ്ട്രം തന്നെ അവർ സമ്മതിക്കില്ല. അപ്പൊ അവിടെ പോയി ജീവിക്കാൻ പറ്റും. ഇങ്ങനെ എത്ര 80 വയസ്സുള്ള എന്തായാലും ജീവിക്കാനാ. പക്ഷെ അയാളുടെ മകളും മരുമകനും ഒക്കെ, മരുമകൻ ഒന്നാമത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരന്, അവനൊരു തീവ്രവാദിയാ. അവനെ തീവ്രവാദിയെ പിടിച്ച് മുഖ്യമന്ത്രി മന്ത്രിയാക്കി മകളെ കെട്ടിച്ച് കൊടുത്തേച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുന്ന എന്തൊരു നാണം കെട്ട പരിപാടി. അത് തന്നെ ഏതായാലും എല്ലാം ഒരു നാണം കെട്ട ചരിത്രമാണ്. നോക്കാം, നമുക്ക് ഏതായാലും വരാൻ പോകുന്നത് എന്താണെന്ന് കാണാം. നന്ദി ശ്രീ PC ജോർജ്.